ശാന്തനുവിന്റെ മരണശേഷം ശാന്തനുവിന്റെ മൂത്ത പുത്രനായിരുന്ന ചിത്രാംഗതൻ ഹസ്തിനപുരിയുടെ ഭരണമേറ്റെടുത്തു. ഒരിക്കൽ ചിത്രാംഗതൻ എന്നു പേരുള്ള ഒരു ഗന്ധർവനുമായി ഹസ്തിനപുരം യുവരാജാവായ ചിത്രാംഗതൻ സരസ്വതീ നദീതീരത്തു വെച്ച് ഒരു യുദ്ധത്തിലേർപ്പെടുകയുണ്ടായി. 3 വർഷം നീണ്ടുനിന്ന ഈ യുദ്ധത്തിൽ ഹസ്തിനപുരം യുവരാജൻ ചിത്രാംഗതൻ കൊല്ലപ്പെട്ടു. കുട്ടികൾ ഇല്ലാതിരുന്ന ചിത്രാംഗതന്റെ മരണശേഷം രാജ്യഭാരം വിചിത്രവീര്യന്റെ ചുമലിലായി. രാജാവാകുമ്പോൾ വിചിത്രവീര്യൻ ബാലകനായിരുന്നതിനാൽ ഭീഷ്മർ സത്യവതിയുടെ സഹായത്തോടെയും അനുവാദത്തോടെയും ഹസ്തിനപുരം ഭരിച്ചു. ശേഷം വിചിത്രവീര്യന് പ്രായപൂർത്തിയായപ്പോൾ ഭീഷ്മർ സിംഹാസനം വിചിത്രവീര്യന് കൈമാറി. പ്രായപൂർത്തിയായപ്പോൾ വിചിത്രവീര്യനെ വിവാഹം കഴിപ്പിക്കാൻ ഭീഷ്മർ തീരുമാനിച്ചു. ഇതേ സമയത്താണ് ഹസ്തിനപുരം രാജ്യത്തിന്റെ തൊട്ടടുത്ത രാജ്യമായ കാശി രാജ്യത്തെ രാജാവ് തന്റെ 3 പെൺമക്കളുടെ സ്വയംവരം തീരുമാനിച്ചത്. സ്വയംവരം പ്രഖ്യാപിച്ചെങ്കിലും കാശി രാജകൊട്ടാരത്തിൽ നിന്നും കുരുഗൃഹത്തിലേക്ക് ക്ഷണം അയച്ചില്ല. ആ പ്രദേശത്തെ ഏറ്റവും വലുതും ആദരണീയവുമായ രാജവംശമായിരുന്നു കുരുവംശം. പക്ഷേ അവർക്ക് ക്ഷണം ലഭിച്ചില്ല. കാരണം കാശി രാജാവിന് തന്റെ പെൺകുട്ടികളെ വിചിത്രവീര്യന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ആഗ്രഹമില്ലായിരുന്നു. കാരണം വിചിത്രവീര്യന്റെ പുരുഷത്വത്തെക്കുറിച്ച് കിംവദന്തികൾ ഉണ്ടായിരുന്നു. ഭീഷ്മർക്ക് ഈ അപമാനം സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന്റെ ക്ഷേമത്തിനേക്കാളും കുരുവംശത്തിന്റെ ക്ഷേമം സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു. അതിനാൽ കാശി രാജാവിന്റെ മക്കളുടെ സ്വയംവരത്തിൽ ഭീഷ്മർ സ്വയം പങ്കെടുക്കാൻ തീരുമാനിച്ചു. കാശി രാജാവിന്റെ 3 പുത്രിമാരായ അംബ, അംബിക, അംബാലിക എന്നിവർ സ്വയംവര പന്തലിൽ എത്തിയിരുന്നു. അംബ ഇതിനകം തന്നെ ശൽവരാജാവായ സാൽവനെ പ്രണയിച്ചിരുന്നു. സ്വയംവര പന്തലിൽ വെച്ച് പുഷ്പഹാരം അണിയിച്ച് സാൽവരാജാവിനെ അംബ സ്വീകരിച്ചു. അപ്പോഴാണ് ഭീഷ്മർ അകത്തേക്ക് വന്നത്. അവിടെ ഇരുന്ന മറ്റു യോദ്ധാക്കൾ എല്ലാവരും ഭീഷ്മരെ കണ്ട് ഭയപ്പെട്ടു. കാരണം അവൻ മഹാനായ ഒരു യോദ്ധാവായിരുന്നു. അതേസമയം ഭീഷ്മർ ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്നും അവർക്കറിയാമായിരുന്നു. അതിനാൽ ചുറ്റിലും കൂടി നിന്നവരെല്ലാവരും ഭീഷ്മരെ പരിഹസിച്ചു. വൃദ്ധൻ ഇപ്പോൾ എന്തിനാണ് ഇവിടെ വന്നത്? അവനൊരു വധുവിനെ അന്വേഷിക്കുകയാണോ? അതോ കുരുവംശത്തിന് ഒരു വധുവിനെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു യോദ്ധാവില്ലേ? അതിനാണോ അവൻ വന്നത്? ഇങ്ങനെയെല്ലാം പറഞ്ഞ് തന്റെ രാഷ്ട്രത്തെയും വംശത്തെയും പരിഹസിക്കുന്നതായി കണ്ട് ഭീഷ്മർ കോപാകുലനായി. അങ്ങനെ അവൻ 3 പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങി. മറ്റു യോദ്ധാക്കൾ യുദ്ധം ചെയ്തു. പക്ഷെ അവൻ എല്ലാവരെയും പരാജയപ്പെടുത്തി. തന്റെ വധുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിനാൽ സാൽവനും ഭീഷ്മരുമായി യുദ്ധം ചെയ്തു. എന്നാൽ സാൽവനെയും ഭീഷ്മർ പരാജയപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തതിനു ശേഷം 3 പെൺകുട്ടികളുമായി രഥത്തിൽ കയറി ഹസ്തിനപുരത്തിലേക്ക് യാത്ര തിരിച്ചു. തന്നെ സാൽവരാജാവിനൊപ്പം അയക്കണമെന്ന് അംബ ഭീഷ്മരോട് കേണപേക്ഷിച്ചെങ്കിലും ഭീഷ്മർ അതൊന്നും ചെവിക്കൊണ്ടില്ല. ഹസ്തിനപുരിയിലേക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ അംബ പറഞ്ഞു, "നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഞാൻ സാൽവരാജാവുമായി പ്രണയത്തിലായിരുന്നു. എന്റെ മാല ഞാൻ അദ്ദേഹത്തിന് അണിയിച്ചിരുന്നു. അദ്ദേഹം എന്റെ ഭർത്താവാണ്. നിങ്ങൾക്ക് എന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ഞാൻ നിന്നെ കുരുവംശത്തിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു" എന്ന് ഭീഷ്മർ മറുപടി നൽകി. അപ്പോൾ അവർ ഭീഷ്മരോട് ചോദിച്ചു, "നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുമോ?" ഭീഷ്മർ പറഞ്ഞു, "ഇല്ല, നീ വിചിത്രവീര്യനെ വിവാഹം കഴിക്കും." എന്നാൽ ഹസ്തിനപുരത്തിലെത്തി 3 യുവതികളെയും കണ്ടതിനു ശേഷം വിചിത്രവീര്യൻ അംബികയെയും അംബാലികയെയും മാത്രമേ വിവാഹം കഴിച്ചുള്ളൂ. അവൾ മാല മറ്റൊരാളുടെ മേൽ ചാർത്തുകയും തന്റെ ഹൃദയം ഇതിനോടകം മറ്റൊരാൾക്ക് നൽകുകയും ചെയ്തതിനാൽ താൻ അംബയെ വിവാഹം കഴിക്കില്ല എന്നു പറഞ്ഞുകൊണ്ട് വിചിത്രവീര്യൻ അംബയെ നിരസിച്ചു. വിചിത്രവീര്യന്റെ പരാമർശം കേട്ട് അംബ ആകെ ആശയക്കുഴപ്പത്തിലായി. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവൾ ഭീഷ്മരോട് ചോദിച്ചു. ഭീഷ്മർ അവളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് പറഞ്ഞു, "നിന്നെ സാൽവന്റെ അടുത്തേക്ക് തിരിച്ചയക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം." ഇത് കേട്ട് അംബ വളരെ സന്തുഷ്ടയായി സാൽവന്റെ അടുത്തേക്ക് മടങ്ങി. സാൽവന്റെ അടുത്തെത്തിയ അംബയെ നിരാശപ്പെടുത്തിക്കൊണ്ട് സാൽവ അംബയോട് ഇങ്ങനെ പറഞ്ഞു, "ഞാൻ ആരിൽ നിന്നും ദാനം സ്വീകരിക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ യുദ്ധത്തിൽ തോറ്റു. ആ വൃദ്ധമൃഗം എന്നെ തോൽപ്പിച്ചു. ഇപ്പോൾ അവൻ എനിക്ക് ദാനധർമ്മ വധുവിനെ നൽകാൻ ശ്രമിക്കുകയാണ്. ഞാൻ നിന്നെ സ്വീകരിക്കില്ല. തിരികെ പോകൂ അംബേ." രണ്ടിടത്തും അംബയെ നിഷേധിച്ചു. അവൾ ഹസ്തിനപുരിയിലേക്ക് മടങ്ങി. ഭീഷ്മർ തന്നെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധിച്ചു. "നിങ്ങളാണ് എന്റെ ജീവിതം നശിപ്പിച്ചത്. ഞാൻ സ്നേഹിക്കുന്ന ആളെ നിങ്ങൾ പരാജയപ്പെടുത്തി. എന്നെ ബലമായി ഇവിടെ കൊണ്ടുവന്നു. വിചിത്രവീര്യനും സാൽവനും എന്നെ നിഷേധിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ തന്നെ എന്നെ വിവാഹം കഴിക്കണമെന്നും അംബ കൂട്ടിച്ചേർത്തു. എന്നാൽ ഭീഷ്മർ വിസമ്മതിച്ചു. "എന്റെ കൂറ് എന്റെ രാഷ്ട്രത്തോട് മാത്രമാണ്. ഞാൻ വിവാഹം കഴിക്കില്ലെന്ന് ശപഥം ചെയ്തിട്ടുണ്ട്" എന്നും ഭീഷ്മർ അംബയോട് പറഞ്ഞു. തന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണക്കാരനായ ഭീഷ്മരോട് പ്രതികാരം ചെയ്യാൻ
ഭീഷ്മരുടെ തന്നെ ഗുരുവായ പരശുരാമന്റെ അടുത്തേക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അംബ പോയി. അംബയെ സ്വീകരിക്കാൻ ഭീഷ്മരോട് താൻ പറയാമെന്നും അതിന് ഭീഷ്മർ സമ്മതിച്ചില്ലെങ്കിൽ ഭീഷ്മരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് വധിക്കാമെന്നും പരശുരാമൻ അംബയ്ക്ക് വാക്കു നൽകി. ഇത്രയും പറഞ്ഞുകൊണ്ട് പരശുരാമൻ അംബയെയും കൂട്ടിക്കൊണ്ട് ഭീഷ്മരുടെ അടുത്തേക്ക് പോവുകയും ഭീഷ്മരോട് അംബയെ സ്വീകരിക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. എന്നാൽ ഭീഷ്മർ തന്റെ പ്രതിജ്ഞയിൽ തന്നെ ഉറച്ചുനിന്നു. ക്ഷുഭിതനായ പരശുരാമൻ ഭീഷ്മരെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. ഗുരുവാണെങ്കിൽ കൂടെ ഗത്യന്തരമില്ലാതെ ഭീഷ്മർ യുദ്ധത്തിന് ഒരുങ്ങി. 24 ദിവസങ്ങൾ യുദ്ധം നീണ്ടുനിന്നെങ്കിലും പരശുരാമന് ഭീഷ്മരെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. ഒടുക്കം സാക്ഷാൽ മഹാദേവൻ ഇറങ്ങി വന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ പറഞ്ഞു. മഹാദേവന്റെ ആജ്ഞപ്രകാരം യുദ്ധം അവസാനിച്ചു. എന്നാൽ അംബയുടെ ദുരവസ്ഥ കണ്ട മഹാദേവൻ അവൾക്ക് മറ്റൊരു വരം നൽകി. അതായത് അവളുടെ അടുത്ത ജന്മത്തിൽ ഭീഷ്മരുടെ മരണത്തിന് അവൾ കാരണമാകും എന്നായിരുന്നു ആ വരം. ഈ വരം ലഭിച്ച അംബ ഭീഷ്മരുടെ അന്ത്യത്തിനായുള്ള തന്റെ പുനർജന്മത്തിനു വേണ്ടി ആത്മാഹുതി ചെയ്തു. പിന്നീട് അവൾ പാഞ്ചാല ദേശത്തിലെ ദ്രുപദ മഹാരാജാവിന്റെ പുത്രിയായി ശിഖണ്ഡിനി എന്ന നാമത്തിൽ പുനർജനിച്ചു. കാലങ്ങൾ കടന്നുപോയി. വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനു ശേഷം വിചിത്രവീര്യൻ ക്ഷയരോഗബാധിതനാവുകയും മരണപ്പെടുകയും ചെയ്തു. മരണസമയത്ത് വിചിത്രവീര്യന് മക്കളില്ലാതിരുന്നതിനാൽ രാജ്യത്തിന് കിരീടാവകാശി ഇല്ലാതായി. തുടർന്ന് വിചിത്രവീര്യന്റെ മാതാവ് സത്യവതി ഭീഷ്മരോട് അംബികയെയും അംബാലികയെയും വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ബ്രഹ്മചാരിയായ ഭീഷ്മർ അതിനു തയ്യാറായില്ല.